എന്റെ ബാബു സാറെ ഇപ്പൊ നിങ്ങൾ മനസ്സ് വെച്ചാൽ നമുക്ക് 10 കാശുണ്ടാക്കാം. നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ ഇപ്പൊ മഞ്ഞപ്പിത്തം മറ്റേ ഛർദിയും വയറ്റുന്നോക്കൊക്കെ അല്ലേ. പഞ്ചായത്തിലെ മെമ്പർമാരൊക്കെ വിളിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കിണറുകളിലെയും കുളത്തിലേക്ക് വെള്ളം നിർബന്ധമായും പരിശോധിക്കണമെന്ന് പറയൂ. എന്നിട്ട് പരിചയമുള്ളവരൊക്കെ നമ്മുടെ ലാബിലേക്ക് വിടൂ. വേണ്ട പോലെ കാണാം. ശരി. ചില സാറുമാർക്കേ സർക്കാർ ജോലി കിട്ടിയിട്ടും കാര്യമില്ല, ഒരു കാര്യം കാശുണ്ടാക്കാൻ അറിയില്ല. ജീവിക്കാൻ മറന്നു പോയ സ്ത്രീ. റിസൾട്ട് ആണോ? എത്ര എണ്ണായി? എല്ലാം. ഹലോ, സുഗതൻസ് ജലപരിശോധന കേന്ദ്രം, മന്മഥൻ. ഇന്നലെ രാവിലെ അല്ലേ? അതെ, എല്ലാ ടെസ്റ്റും കഴിഞ്ഞു കേട്ടോ. റിസൾട്ട് റെഡിയാണ്. വന്നോളൂ. എന്താ ചിരിക്കുന്നത്? സഹന വർത്താനം കേട്ടാലേ ഈ വെള്ളം നമ്മൾ മൊത്തം ടെസ്റ്റ് എടുത്ത് ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഗംഭീരമായിട്ട് റിസൾട്ട് കൊടുക്കുകയാണ്. എല്ലാം ഓക്കെ അടിച്ച് കൊടുക്കുന്നില്ലേ സാറേ? ഉണ്ടാതിരിക്കണ വല്ലവരും അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എന്താ സാറേ, എന്തെങ്കിലും കഷ്ടകാലത്തിന് ഒരു പോലീസ് അന്വേഷണമൊക്കെ വന്നാൽ നമ്മൾ കുടുങ്ങിപ്പോവും സാറേ. എന്തിനേന്ന് എന്താ സാറേ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ വാട്ടർ ഹാൻഡ്സ് ടെസ്റ്റർ ഉണ്ടാ, pH കിറ്റ് ടെസ്റ്റർ ഉണ്ടാ, മൈക്രോസ്കോപ്പ് ഉണ്ടാ, ഒരു കുന്തുമില്ല. എന്തിന്? ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നവർക്കല്ലേ. നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, റിസൾട്ട് മാത്രം എഴുതി കൊടുത്ത് കാശ് മേടിക്കല്ലേ. പിന്നെ ജനങ്ങളെ ബോധിപ്പിക്കാൻ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ടല്ലോ. സാധാരണക്കാരെ ജനങ്ങൾ അതിന്റെ ഉള്ളിൽ വന്ന് കണ്ണിട്ട് ഇങ്ങനെ ലെൻസ് ഉണ്ടോന്ന് നോക്കൊന്നുമില്ലല്ലോ. ബോധ്യപ്പെടുത്താൻ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ. പിന്നെ കമ്പ്യൂട്ടർ ഇല്ലേ? അതുണ്ട്. പ്രിന്റഡ് ഇല്ലേ? അത് കറക്റ്റാ. നമ്മൾ ഈ റിസൾട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും പോരെ? അല്ലെ, എന്തെങ്കിലും രീതിയിൽ ഒരു കുഴപ്പം വന്നിട്ട് ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ പോലീസുകാരെല്ലാം വന്നല്ലോ. ഒന്നും കാണാതെ ഞാൻ ഈ ബിസിനസ്സിന് നിൽക്കുവോ? ആരാണ് സാധാരണ പ്രശ്നം ഉണ്ടാക്കി വരിക? രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയക്കാർ ഇവിടെ പിരിവിന് വരുമ്പോ അവര് ചോദിച്ചതിന്റെ ഡബിൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കലുണ്ട്. അവർക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്. പിന്നെ മതപണ്ഡിതന്മാര്, ദേവാലയങ്ങളിൽ നിന്ന് പിരിവിന് വരുന്നവർക്ക് ഞാൻ അവർ ചോദിക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കുന്നില്ലേ? ശമ്പളം അത് കൊടുക്കലുണ്ട്. അപ്പൊ എല്ലാ മതക്കാർക്കും ഞാൻ വേണ്ടപ്പെട്ടവനല്ലേ? തീർച്ചയായും. പിന്നെ ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർ, യുവാക്കളുടെ ക്ലബ്ബുകൾ, അങ്ങനെ പല സംഘടനകളും സഹായം ചോദിച്ചു വരുമ്പോ അവർ ചോദിച്ചു വരുന്ന സംഭാവനയുടെ ഇരട്ടി ഞാൻ കൊടുക്കുന്നില്ലേ? എനക്കൊരു സുഖമായിട്ട് വന്ന് തന്നിട്ടെങ്കിൽ നിങ്ങൾ കൊടുക്കലുണ്ടായിരിക്കും. എന്തിനാണ് കൊടുക്കുന്നത്? അവരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്കെല്ലാം ഞാൻ വേണ്ടപ്പെട്ടവനാണ്. പിന്നെ എനിക്ക് എന്തും ചെയ്തൂടെ? അത് ശരിയാവുന്നില്ല. ഇളേ, ഞാൻ പറയുന്നത് പോലെ കേട്ടുകൂടെ നിന്നാ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടാ. വരൂ ബാബാ. ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ്. നിങ്ങളാടേക്ക് ഒരാൾ വരുന്നിട്ടല്ല പുറത്തേക്ക് ഉണ്ടായിരിക്കണോ? നിങ്ങൾ വന്നോളൂ. അതെ, വെള്ളം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട്. അതെ, ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളം. വീട്ടിലത്തെ കിണറ്റിലത്തെ വെള്ളം. അതെ അല്ലേ? നിങ്ങളുടെ പേര്? മണ്ടോതിരി. ഇതില് മണ്ടോതിരി എന്ന് എഴുതി ഒട്ടിക്കാം. ഇത് എന്റെ പേര് കോയാന്ന്. കോയ. അതില് മണ്ടു എന്ന് എഴുത, ഇതില് കോയ. അല്ല, എനിക്ക് മറ്റേ ഇതിപ്പോ നിങ്ങള് കൊണ്ടുപോകണോ? ഇത് നേരെ അപ്പുറത്ത് ലാബില് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ. അല്ല, മറ്റേ അതെ ഭാര്യയുടെ മൂത്രേ. ഭാര്യയുടെ മൂത്രമാണോ? അല്ലല്ല, ഇത് കിണറ്റിലത്തെ വെള്ളാണ്. എന്താ നിങ്ങള് കാട്ടണേ? കിണറ്റിലത്തെ വെള്ളാണ്. നല്ല ഒന്നാന്തര കുപ്പിയല്ലേ? അതെ അതെ, നല്ല കുപ്പിയല്ലേ? അതെ, നല്ല വെള്ളാണ്, കിണറ്റിലത്തെ വെള്ളാണ്. അല്ല, ഭാര്യയുടെ മൂത്രം ഇപ്പൊ അങ്ങനെ മഞ്ഞ കളറിലാ പോണേ. അത് നമ്മുടെ പഞ്ചായത്തിലെ പലർക്കും ഈ അസുഖങ്ങളുണ്ട്. അത് നമ്മുടെ ഇവിടത്തൊക്കെ വെള്ളങ്ങൾ മലിനപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് ഇപ്പൊ. അതുകൊണ്ടാണ് അത് എന്നോട് പലരും പറഞ്ഞു. അതപ്പൊ ഞാൻ കൊണ്ടുവന്നപ്പോ അതിന്റെ ഒരു ടെസ്റ്റ് ഒക്കെ വേണ്ടുള്ളൂ. അതിന് കായ് എത്ര വരിക? അതിപ്പോ ഇവിടെ 1000 രൂപയാണ്. 1000 രൂപ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനോ? അതെ അതെ. അല്ല, ഇതിപ്പോ എവിടെ അന്വേഷിച്ചാലും ഇവിടെയാണ് കുറവ് കിട്ടത്. അല്ല, അതന്നെ. അതെ, എന്താ പറയണ്? എന്താ 2500 റുപ്യാണ് അപ്പുറത്ത്. ഇവിടെ 1000 ഉള്ളത് ലാഭാ. അല്ലേ പറഞ്ഞത്? അതല്ലേ, നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ കുഴപ്പമൊന്നും. അപ്പൊ ഇതിലെ കോയാന്നും ഇതില് മണ്ടൂന്നും. ഇപ്പൊ എന്താ അവിടെ ചെന്ന് രഹസ്യം പറഞ്ഞിരുന്നു? അല്ല, ഞാൻ ചോദിച്ചത് നല്ല കുപ്പിയിൽ കൊണ്ടുവരണ അതൊക്കെ തന്നെയല്ലേ ചെയ്തേക്കണ് ചോദിക്കാണേ. ഗവൺമെന്റ് ലാബില് 2500 ആണ്, ഇവിടെ 1000 ആണ്. ഇതാണ് ലാഭം എന്നല്ലേ ഇപ്പൊ അന്വേഷിച്ചേ? എവിടെ സംസാരിച്ചേ അല്ലേ?
അത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലാബ് തുടങ്ങിയിരിക്കുന്നത്. അതെല്ലേ. അതുകൊണ്ടാണ് ഞാൻ 1000 ഉറുപ്പിക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തത്. അടച്ചോ നിങ്ങളെ കാര്യം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോ ആ സ്ഥാപനത്തിൽ ചെന്ന 2500 കൊടുക്കും വേണം. അവര് പറയുന്ന സമയത്തെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊ റിസൾട്ട് തരും. 24 മണിക്കൂറിന്റെ ഉള്ളിൽ റിസൾട്ട് തരും. കണ്ടില്ല, ഇതാണ് സർക്കാർ കാര്യങ്ങൾ മുറ പോലെ ഞങ്ങളുടെ മിഷനറീസ് ഒക്കെ അങ്ങനത്തതാണ്. ശരി, ഒറ്റടി അത് ശരി. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ അല്ലേ? ചെയ്തോളി. എന്നാ ശരി, ഞാൻ മേടിക്കാൻ വരാല്ലേ? അപ്പൊ അതിന് 1000 ഉറുപ്യ ആയിക്കോട്ടെ. കാശടക്കണ്ടേ? ഇത്രയും നമുക്ക് ലാഭം വേണ്ട, പക്ഷെ നമുക്കിത് ചെലവ് വരുന്ന പൈസ വേണം. അപ്പൊ തന്നെ തരാം മുഴുവനും. അത് അഡ്വാൻസ് ആയിട്ട് 500 തന്നാലും മതി, അല്ല 1000 തരാണെങ്കിൽ അതും തരാം. എന്തായാലും റിസൾട്ട് തരുമ്പോ കാശ് തരണല്ലോ. എന്നാ ഇപ്പൊ 500 തരാം, 500 അല്ലേ? ബാക്കി ഞാൻ പിന്നെ തരാം. മണ്ടോദരി അല്ലേ? അതെ, 400 പറ്റില്ല അല്ലേ? എത്ര പറഞ്ഞു? 500. അപ്പൊ നാളെ വന്നോളൂ. നാളെ അല്ലേ? ആയിക്കോട്ടെ. ശരി എന്നാ. ശരി. അപ്പൊ ശരി എന്നാ. അസ്സലാമു അലൈക്കും. അല്ല ശരി. അല്ല സാറേ, എന്തിനാ റിസൾട്ട് പിന്നെ തരാമെന്ന് അവരെ വിട്ടത്? ഇപ്പൊ ഇതിലടിച്ച് കൊടുക്കാന്നില്ല റിസൾട്ട്. പൈസ കയ്യോടെ മേടിക്കില്ല. നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ സാറേ. അവന്റെ കഴുത കക്കാൻ പഠിച്ചാ പോരാ, കളവ് ഒതുക്കാനും പഠിക്കണം. നമ്മളിത് ആത്മാർത്ഥമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഇത്ര സമയം എടുക്കുന്നുണ്ട്, അവരെ ബോധ്യപ്പെടുത്തണ്ടേ? വേണമല്ലേ? പാവ എന്റെ വെള്ളം. ദൈവത്തിന് അറിയാം എടുക്കുമെന്ന് പറയുന്നുണ്ട്. എടുക്കുമെന്ന് കുറെ നാളായിട്ട് പറഞ്ഞ എടുക്കും പൊങ്ങുവാ. ദൈവത്തിന് അറിയാ പോകുന്നു. മിക്കവാറും പോങ്ങത്തില്ലെന്ന്. എങ്ങനെ പോങ്ങാനാ? ഒന്നും പറയാൻ പറ്റത്തില്ലേ, മനുഷ്യന്റെ കാര്യല്ലേ. ഏത് സുതി? സത്യേട്ടന്റെ മോനി ആ മിലിച്ചതാ? അത് തന്നെ. എന്റെ ദൈവമേ, അവനെ ഞാൻ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വെച്ച് കണ്ടതാണല്ലോ. ശരിയാണെന്ന് ഇത്, പക്ഷെ അവൻ മഞ്ഞപ്പിത്തായിരുന്നു. ഉയ്യോടാ, മഞ്ഞപ്പിത്തി ഈ നാട്ടിലൊക്കെ മൊത്തം ഉണ്ടല്ലേ ഇപ്പൊ. ഈ മഞ്ഞപ്പിത്തൊക്കെ ഇത്ര വലിയ സീനാണോ ഇപ്പൊ? അറിയാൻ പാടില്ല. പക്ഷെ ഒരു ഒറ്റമൂലി ഉണ്ട്, കിഴുകാന്നില്ലേ, അടിപൊളി സാധനം. തുടക്കത്തിന് പറ്റും അത്. ഇപ്പൊ തുടക്കത്തിന് പറ്റും. കിഴാറിലേക്ക് ആണെങ്കിലേ ഒരു തീരുമാനമാവും. ഒന്നില്ലെങ്കിൽ ആളെ കിട്ടും, അല്ലെങ്കിൽ ആളെ കിട്ടും. പറഞ്ഞ കറക്റ്റാ. അല്ല ചേട്ടൻ ഇപ്പൊ എങ്ങോട്ടാ പോണേ? അങ്ങോട്ട് പോകും. ഞങ്ങളും തന്നെ അങ്ങോട്ട്. ബഹുമാന്യ നാട്ടുകാരെ, ശൂന്യപുരം ആർക്കായാലും ഒരു വോട്ട് പോയി. രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുവരുന്നതായി റിപ്പോർട്ട് കിട്ടിയതിനാൽ ബഹുമാന്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്ന മുന്നറിയിപ്പ്: ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ഛർദിയോ വയറിളക്കമോ വന്നാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടത്. തിരക്കാക്കല്ല. എന്താ പേരെന്താ? രബീഷ്. രബീഷ് 38. രബീഷ് 38. 500. അപ്പൊ 200 രൂപ ഇത് മേടിക്കാൻ വരുമ്പോ നാളെ രാവിലെ തന്നെ വന്നോളൂ കേട്ടോ. ശരി 200 ബാക്കി അടുത്താണ്. വന്നോളൂ. കുളിക്കാനില്ല വെള്ള കുറച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യണ്ടേ? അതെ. എന്താ പേരെന്താ? അതെ, അവിടെ ബാക്കിലേക്ക് നിൽക്കും. ബാക്കിലേക്ക് നിൽക്കോ? ബാക്കിലേക്ക് നിക്കാം. അത് നിക്കാം. അതിന് മുമ്പ് ഒരു കാര്യമൊക്കെ പറയണ്ട. ആദ്യം എന്താ, ഇതെന്റെ കിണറ്റിലത്തെ വെള്ളാണ്. അതെ, ഇതൊക്കെ അവരവരുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളാണ്. അത് പരിശോധിക്കണമെങ്കിൽ ബാക്കിൽ നിൽക്കണം. മനസ്സിലായി. നിങ്ങളൊന്ന് സമാധാനിക്ക്. ഇപ്പൊ കാശ് കൊടുക്കാനുള്ളവരൊക്കെ ഒന്ന് അവിടെ നിക്കട്ടോ. അതൊന്ന് കേട്ടിട്ട് കൊടുക്കാൻ കേക്ക്. എന്തേ? ഇന്റെ വെള്ളം എന്റെ കിണറ്റിലെ വെള്ളാണ്. ഇന്റെ കിണറ്റിലെ വെള്ളത്തിൽ യാതൊരു വിധ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്ന റിസൾട്ട് ആണ് ഇപ്പൊ ഇത്. അവരൊക്കെ നല്ലതാ. നിങ്ങൾ ഇവിടെ ഒരു കുഴപ്പമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അത് നോക്ക്, അത് പരിശോധിച്ച നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ പറഞ്ഞു തന്നതല്ലേ. ആ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ അങ്ങനെ. നമ്മളിത് ഇവിടെ പരിശോധിച്ചതാണ്, ഇതിലൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഞാൻ വേറെ സ്ഥലത്ത് ഇത് പരിശോധിച്ചപ്പോ എന്തിന് പരിശോധിച്ച് പറഞ്ഞ എന്റെ കിണറ്റിന്ന് വെള്ളം കൊണ്ടുപോയ ആൾക്കാർക്കൊക്കെ മഞ്ഞപ്പിത്താണ്. എന്റെ ഭാര്യക്കും ഇപ്പൊ മഞ്ഞപ്പിത്താണ്. ഇപ്പൊ എനിക്കും തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കണത്. ഞാൻ എപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുവരാന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് പരിശോധിച്ചപ്പോ ഇന്റെ കിണറ്റിലെ വെള്ളത്തിൽ കക്കൂസ് മാലിന്യുണ്ട്, ഇരുമ്പിന്റെ അംശം കൂടുതലാണ്, ബാക്ടീരിയ ഉണ്ട്. ഇത്രയും സംഗതികൾ ഉണ്ടായിട്ടാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇക്ക് നന്നാഴ്ച. റിസൾട്ട് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാ റിസൾട്ട്. എന്താ ഇത് പറഞ്ഞേക്കണേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അല്ല, ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട്,
കക്കൂസ് മാലിന്യം ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ വരാൻ പാടില്ല അത്. പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉള്ള കാര്യപ്പാണ് അതിന് പറഞ്ഞേപ്പോ. അതെന്താണെന്നറിയോ? കിട്ടിയില്ലേ? നിങ്ങള് ഞങ്ങളുടെ ലാബിലേക്ക് വെള്ളം കൊണ്ടുവന്ന കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പി നല്ല ശുദ്ധമായ കുപ്പിയാണ്. അതെ. നിങ്ങള് ഈ ലാബിൽ കൊണ്ടുപോ അത് മലിനമായ കുപ്പിയായിരിക്കും. അപ്പൊ ആ കുപ്പിയിൽ താണു ആ വെള്ളത്തിലുള്ളത് കൊണ്ടായിരിക്കാം ഈ റിസൾട്ട് വന്നത്. അപ്പൊ കുപ്പിയുടെ കുപ്പിക്കാണ് പ്രശ്നം, വെള്ളത്തിന് ഒരു പ്രശ്നവും വെള്ളത്തിന് പ്രശ്നമില്ല അല്ലേ? അത് ഉപയോഗിച്ചോളൂ. ശരി. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ വരാനേ വഴിയുള്ളൂ. ശരി. അപ്പൊ നിങ്ങൾ പരിശോധിച്ച വെള്ളം കുഴപ്പമില്ല, നല്ല വെള്ളമാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഈ കുപ്പിയിലത്തെ വെള്ളങ്ങൾ രണ്ടാളൊന്ന് കുറേശ്ശെ ഒന്ന് കുടിക്ക്. നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ എന്റെ കിണറ്റിലത്തെ വെള്ളം അപ്പൊ ഇത്തിരി കുടിച്ചാടി. അത് ഞാൻ ഈ കിണറ്റിലെ പച്ചവെള്ളം കുടിക്കാറില്ല, ഞാൻ ചൂടാക്കിയതിന് ശേഷം. ഇത് നിങ്ങൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ കിണറ്റിലത്തെ വെള്ളമാണ്, അല്ലാത്തതല്ലേ തിളപ്പിച്ച വെള്ളം കുടിക്കാൻ. ഞാൻ വെള്ളം കുടിക്കേയില്ല. ഇല്ല അല്ലേ? ടെസ്റ്റിംഗ് മാത്രമേ. അപ്പൊ ഇത് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ എഴുതി തള്ളി തരുന്നത് അല്ലേ? തൽക്കാലം ഇതിപ്പോ രണ്ടാളൊന്ന് കുറേശ്ശെ കുടിക്കി. അത് ശരിയാ. അത് കുടിക്കണോ? ഇതിപ്പോ കുഴപ്പമില്ലാത്ത വെള്ളല്ലേ? എന്താ കിടന്ന് തപ്പണേ? എന്താ ഈ കിടന്ന് തപ്പണ? എന്നോടല്ലേ ഇത് കുടിക്കാൻ പറഞ്ഞു? ഇത് കുടിക്കടാ, അത് കുടിക്കടാ. രണ്ടെണ്ണം കുടിക്കടാ. എന്തെങ്കിലും കണ്ട തിരിയാണ് കുടിക്കടാ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.